ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുക എന്നതാണ്. വെൽക്കം ടു ബി ഹാപ്പി, ഇറ്റ്സ് മീ ആൽഫിൻ. ഇവിടെ ഉപയോഗിക്കുന്നത് സെറോദയുടെ കൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. സെറോദയ്ക്കകത്താണ് നമുക്ക് ഒരു മൈനറിനൊക്കെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉള്ളത് സെറോദയിലാണ്. പിന്നെ ഗ്രോ ഞാൻ നോക്കിയപ്പം ഗ്രോയ്ക്കകത്ത് ആ ഒരു ഫീച്ചർ, അതായത് മൈനറിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ഫീച്ചർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഈ ഒരു മൈനർ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് വഴി നമുക്ക് നേരത്തെ തന്നെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ടൈം, അതായത് ഈ ഒരു സ്റ്റോക്കിന് വളരാനായിട്ടുള്ള കൂടുതൽ ടൈം കിട്ടുകയാണ് ചെയ്യുന്നത്. ടൈമിന് ഇതിനകത്തുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇതിനകത്ത് സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ചൈൽഡിന് ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മൈനർ പാനാണ്. അതായത് നമുക്ക് സ്റ്റുഡൻസിന് പാൻ കാർഡ് വേണം. ഈ ഒരു പാൻ കാർഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അതിനകത്ത് മൈനർ പാൻ നമുക്ക് ആവശ്യമാണ്. ഇനി പേരൻസിനും നമുക്ക് പാൻ കാർഡ് ആവശ്യമാണ്. പിന്നെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഈ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിന് പകരം മാർക്ക് ഷീറ്റോ അല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റോ ഏതാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ഒരിടം വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഡിവൈസിന് ഒരു ക്യാമറ വേണം. അത് ഉറപ്പായിട്ടും കാണും. അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു ക്യാമറ വേണം. പിന്നെ നമുക്ക് നമ്മുടെ മൈനറിന്, അതായത് ഈ കുട്ടിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി ആവശ്യമാണ്. അപ്പം ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ IFSC കോഡും അക്കൗണ്ട് നമ്പറും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈനറിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമുള്ളത്. പിന്നെ ഓൾറെഡി ഒരു ആധാർ നമ്പർ, ആ ഒരു ആധാർ നമ്പർ ഡിജി ലോക്കറിനകത്ത് സെറ്റായിട്ടിരിക്കണം. പിന്നെ ഇത് ചെയ്യുമ്പം OTPയും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഡിജി ലോക്കറിൻ്റെ പിൻ നമുക്ക് ആവശ്യം വരും. അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് എന്താണെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതേപോലെ തന്നെ പേരൻസിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ആവശ്യമാണ്. പേരൻസിൻ്റെ മൊബൈൽ നമ്പർ ആവശ്യമാണ്. പിന്നെ പേരൻസിന് പാൻ നമ്പർ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിൻലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്ക് ഒരു മൈനർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യമേ തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ വരാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് signup.seroda.com/minor എന്നാണ്. ഇതിനുശേഷം നമ്മൾക്കിവിടെ ലോഗിൻ വിത്ത് കൈറ്റ് ടു ബിഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഗാർഡിയൻ്റെ സെറോദയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസാണ്. അതായത് നമ്മുടെ പേരൻസിൻ്റെ സെറോദ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്. അവർക്ക് ഓൾറെഡി ഒരു സെറോദ അക്കൗണ്ട് വേണം. ആ ഒരു സെറോദ അക്കൗണ്ടിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്യുവാണ് ഏറ്റവും ആദ്യമേ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ പേരൻസിൻ്റെ സെറോദ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇതിനുശേഷം നമുക്ക് ഇവിടെയുള്ള ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളുടെ പേരൻസിൻ്റെ സെറോദയുടെ കൈറ്റ് ആപ്പിൽ ഒരു മൊബൈൽ ആപ്പ് കോഡ് വന്നിട്ടുണ്ട്. ഇത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കോഡാണ്. ആ കോഡ് നമ്മൾക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്കിതാ ഇവിടെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾക്കിവിടെ ഏതർ മൈനറിൻ്റെയോ അല്ല എന്നുണ്ടെങ്കിൽ ഗാർഡിയൻ്റെയോ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP ഇവിടെ ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ID കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ മെയിൽ ID ആണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മളുടെ സ്റ്റുഡൻറ്റിൻ്റെ പാൻ നമ്പർ ഇവിടെ കൊടുക്കേണ്ടതാണ്. ഇതിന് നമ്മൾ ഓൾറെഡി മൈനർ പാനിന് അപ്ലൈ ചെയ്ത നമ്മുടെ കയ്യിൽ മൈനറിൻ്റെ ആ ഒരു പാൻ കാർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഒരു മൈനർ പാനിലെ എൻ്റെ പാൻ നമ്പർ ഞാനിവിടെ കൊടുക്കുകയാണ്. ഇനി നമുക്കിവിടെ ചൈൽഡിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ പാൻ കാർഡിലുള്ളതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആധാർ KYC ആണ്. ഇതിനായിട്ട് നമുക്ക് നമ്മുടെ ഡിജി ലോക്കറിൽ നമ്മൾ ആക്സസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നേരെ നമ്മുടെ ഡിജി ലോക്കറിലേക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾക്കിവിടെ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
നമ്മൾക്ക് നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിൽ, അത് പേരൻസിൻ്റെ ആണെങ്കിൽ പേരൻസിൻ്റെ നമ്പറിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഏത് നമ്പറിലാണോ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത നമ്പറല്ല, ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ട്. ആ ഒരു OTP നമ്മൾക്കിവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മുടെ ഡിജി ലോക്കറിൻ്റെ സെക്യൂരിറ്റി പിൻ, അതൊരു 6 ഡിജിറ്റ് കോഡാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു 6 ഡിജിറ്റ് കോഡ് നമ്മൾക്കിവിടെ കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഇവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ആധാർ കാർഡും പാൻ കാർഡും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൺസെൻറ്റ് വാലിഡിറ്റി ഡേറ്റ് ഉണ്ട്. പിന്നെ പർപ്പസ് നോ യുവർ കസ്റ്റമറാണ്. നമ്മൾക്ക് അതിന് അലോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്കിത് ഇവിടെ കാണാനായിട്ട് സാധിക്കും സക്സസ് എന്ന്. ഇനി നമ്മളിവിടെ പേരൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അപ്പൻ്റെയും അമ്മയുടെയും പേരും പിന്നെ ഗാർഡിയൻസ് റിലേഷൻഷിപ്പ് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഞാനിവിടെ ഫാദേഴ്സ് നെയിം കൊടുക്കുകയാണ്. ഇനി ഗാർഡിയൻസ് റിലേഷൻഷിപ്പ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റിലേഷൻഷിപ്പ് കൊടുത്തു. പ്രിഫറൻസ് ഫോർ റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത അൺയൂസ്ഡ് ആയിട്ടുള്ള എമൗണ്ട് നമ്മുടെ പ്രൈമറി അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഈ ഒരു റണ്ണിങ് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് ക്വാർട്ടർലി എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾക്കിത് ഇവിടെയുള്ള കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇവിടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യണം. ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൈനറിൻ്റെ അല്ലെങ്കിൽ ചൈൽഡിൻ്റെ ബാങ്ക് അക്കൗണ്ടാണ്. ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. IFSC നമ്പർ, അക്കൗണ്ട് നമ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ പാസ്ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മളോട് ഇവിടെ നമ്മുടെ MICR ചൂസ് ചെയ്യാൻ പറഞ്ഞു വന്നിട്ടുണ്ട്. MICRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ്. നമുക്ക് നമ്മുടെ ആ ഒരു MICR നമ്പർ നമ്മുടെ ആ ഒരു പാസ്ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമുക്ക് നമ്മുടെ MICR സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്കിവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അക്കൗണ്ട് നമ്പർ മൈനറിൻ്റെ ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി നമ്മൾക്ക് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്ക് അടുത്തത് വെബ് ക്യാം വെരിഫിക്കേഷനാണ്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സഫാരിയാണ്. അപ്പം സഫാരിക്ക് ഈ ഒരു വെബ്സൈറ്റിന് നമ്മൾ ക്യാമറ പെർമിഷൻ കൊടുക്കണം. എന്നാലേ നമുക്ക് നമ്മൾ പേരൻറ്റും മൈനറും കൂടി ഇരിക്കുന്ന ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിതാ ഇവിടെ അലോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ക്യാമറ പെർമിഷൻ ചോദിക്കുന്നതാണ്. നമുക്ക് അലോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഫോട്ടോ എടുക്കുമ്പം ഒരു കാര്യം ഓർക്കാം, നമ്മുടെ സറൗണ്ടിങ്സ് വളരെയധികം, അതായത് ലൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്പെക്ടക്കിൾസോ ഹാറ്റോ മാസ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ ഗാർഡിയനും മൈനറും ആ ഒരു ഫ്രെയിമിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഗാർഡിയനും മൈനറും കൂടിയുള്ള ആ ഒരു ഫോട്ടോ നമുക്ക് ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബാങ്ക് പ്രൂഫാണ്. നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് PDF ഫോർമാറ്റിലാകാം, അല്ലെങ്കിൽ ഇമേജ് ഫോർമാറ്റിലാകാം, JPG, PNG അതുപോലത്തെ ഫോർമാറ്റിലും ആകാവുന്നതാണ്. ഇനി നമ്മൾ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, അത് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ മാർക്ക് ഷീറ്റോ ഒക്കെ ധാരാളം മതി. ഇനി അടുത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഗാർഡിയൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് വരുമ്പം, അതായത് പേരൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് വരുമ്പം പേരൻസിൻ്റെ സിഗ്നേച്ചർ വേണം, പേരൻസിൻ്റെ പാൻ കാർഡിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള കോപ്പി വേണം, പിന്നെ അഡ്രസ് പ്രൂഫും വേണം. അത് നമുക്ക് ചെയ്യാനായിട്ട് വരുമ്പം അത് ഡിജി ലോക്കറിലൂടെയാണ് ചെയ്യുന്നത്. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തു. ഇനി ഗാർഡിയൻസ് അഡ്രസ് പ്രൂഫ് നമ്മൾ ഡിജി ലോക്കറിനകത്തൂടെ വെരിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ആധാർ നമ്പർ കൊടുക്കാനായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഈ ഡിജി ലോക്കറിൽ കൊടുക്കേണ്ട ആധാർ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡിയൻ്റെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയാണ്. അപ്പം നിങ്ങൾ ഗാർഡിയനായിട്ട് ഫാദറിനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഫാദറിൻ്റെ ആധാർ നമ്പർ ഇവിടെ കൊടുക്കണം. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ നമ്മൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടും കൊടുത്തു, നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക്
ഒരു OTP നമ്മുടെ പേരൻസിൻ്റെ മൊബൈലിലേക്ക്, കാരണം പേരൻസിൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ പേരൻസിൻ്റെ മൊബൈലിലേക്ക് ഒരു OTP വന്നിട്ടുണ്ട്. പേരൻസിൻ്റെ ഈ ഒരു ആധാർ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP നമ്മൾക്കിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഗാർഡിയൻ്റെ ഡിജി ലോക്കറിലേക്ക് നമ്മൾ ആക്സസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ആധാർ കാർഡിൻ്റെ ഡോക്യുമെൻറ്റും പാൻ കാർഡിൻ്റെ വെരിഫിക്കേഷൻ റെക്കോർഡും അവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഷ്യൂഡ് ഡോക്യുമെൻറ്റ്സിനകത്ത്. അതിനുശേഷം നമുക്ക് അലോ എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവർ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയത്തില്ല, പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രം അത് JPGയിൽ അപ്ലോഡ് ചെയ്ത് നോക്കി, JPEGയിൽ അപ്ലോഡ് ചെയ്ത് നോക്കി, PDF അപ്ലോഡ് ചെയ്ത് നോക്കി, എന്നിട്ടും ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഈ സെയിം വെബ്സൈറ്റ്, അതായത് സെറോദയുടെ മൈനർ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്ന സെയിം വെബ്സൈറ്റ് എടുക്കുക. അവിടെ വന്ന ശേഷം നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പം നമ്മൾ സ്ട്രെയിറ്റ് വരാൻ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പിലേക്കാണ്. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ മൊബൈലിൽ നിന്ന് ട്രൈ ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റഡ് ആയിട്ട് വന്നോളും. നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ് എ നോമിനിയാണ്. എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇവൻ്റ് ഉണ്ടായില്ല, നമ്മൾ മരിച്ചു പോയാലൊക്കെ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എളുപ്പത്തിലാക്കാനായിട്ടാണ് നമ്മൾ നോമിനീസിനെ ആഡ് ചെയ്യുന്നത്. നമുക്ക് ആഡ് നോമിനി എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പേരും നമ്മുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആധാർ വെരിഫിക്കേഷനാണ്. അതായത് നമുക്കിപ്പം ഒരു OTP വരും നമ്മുടെ ഗാർഡിയൻ്റെ മൊബൈലിലോട്ട്. ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു സെറോദയിൽ അക്കൗണ്ട് തുടങ്ങുന്ന പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾക്കിതാ ഇവിടെ പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇതിവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു PDF ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ താഴെയുള്ള ഇത് മൊത്തം വായിച്ചിട്ട് ഇതിൻ്റെ താഴെയുള്ള സൈൻ നൗ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഗാർഡിയൻ്റെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾക്ക് വന്നിരിക്കുന്ന ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം നമുക്ക് ഇവിടെയുള്ള വെരിഫൈ OTP എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഡോക്യുമെൻറ്റ് സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഡിജിറ്റലായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൺഗ്രാറ്റുലേഷൻസ്, യുവർ ഇ-സൈൻഡ് ആപ്ലിക്കേഷൻ ഈസ് ബീങ് റിവ്യൂഡ് എന്ന്. ഇന്ന് നമുക്ക് 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു ഇമെയിൽ നമ്മൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മളിതാ ആ ഒരു ഇ-സൈൻഡ് ആപ്ലിക്കേഷൻ എന്ന് നീല കളറിൽ എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എനിക്ക് ഇന്ന് സെറോദയുടെ കയ്യിൽ നിന്നും ഒരു മെയിൽ കിട്ടിയിട്ടുണ്ട്. വെൽക്കം ടു സെറോദ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു യൂസർ ID തന്നുകൊണ്ടാണ് ആ ഒരു മെയിൽ തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പാസ്വേഡ് ആയിരിക്കും നമുക്ക് ഇനി തൊട്ട് നമ്മുടെ സെറോദയുടെ ആപ്പിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. മൊബൈലിൽ സെറോദയുടെ ആപ്പ് എന്ന് പറയുന്നത് കൈറ്റ് എന്ന പേരിലാണ്, KITE. അപ്പോൾ ഈ ഒരു കൈറ്റ് ആപ്പാണ് നമ്മൾ സെറോദയ്ക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 ഫാക്ടർ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഇതിനകത്ത് നമുക്ക് 2 മെത്തേഡാണുള്ളത്. ഒന്നാമത്തേത് കൈറ്റിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ സെറോദ നമ്മുടെ മൊബൈലിനകത്ത് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷനകത്തൂടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എക്സ്റ്റേണൽ ഓതൻറ്റിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജും നമുക്ക് സെറോദയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. യുവർ ഡിമാറ്റ് അക്കൗണ്ട് ഈസ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞും നമുക്ക് സെറോദയുടെ കയ്യിൽ നിന്ന് മറ്റൊരു മെയിലും ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെറോദയുടെ അകത്ത് ഒരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ സെറോദയ്ക്കകത്ത് ചെയ്യുന്നതിനകത്തൂടെ നമുക്ക് നിരവധി കാര്യങ്ങൾ, അതായത് സെറോദയുടെ തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് സാധിക്കുന്ന ആനിമേറ്റഡ് ആയിട്ടുള്ള നിരവധി സ്റ്റോക്സിനെ പറ്റിയുള്ളതും അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ നമുക്ക് സെറോദയുടെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിരവധി PDF ഇ-ബുക്സും സെറോദ കൊടുത്തിട്ടുണ്ട്, വാർസിറ്റി ജൂനിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആഡ് ചെയ്യുക. See you in the next video. It's me, Alvin, signing out. Goodbye.